മിണ്ടാട്ടം മുട്ടി ഷാജിഖാനെ കാണണം. പ്രചരണ സമയത്ത് താങ്കൾ തന്നെ പറഞ്ഞിരുന്നു UDF അധികാരത്തിൽ വന്നത് അറബിക്കടലിൽ വലിച്ചെറിയുമെന്നൊരു പ്രചരണ രംഗത്ത് വലിയ ആക്ഷേപം CPM-നെതിരെ ഉന്നയിച്ചിരുന്നു. ഇന്നിപ്പോ സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ പറയുന്നത് ഒപ്പിട്ടിരുന്നെങ്കിലും ആ ഗവൺമെന്റ് അതിൽ നിന്ന് പിന്നോട്ട് പോയി ആ പ്രൊസീജിയേഴ്സിലോട്ട് കടന്നിട്ടില്ല എന്നതാണ്. ആ ഫണ്ട് SSKയുടെ ഭാഗമായി ന്യായമായും സംസ്ഥാനത്തിന് കിട്ടേണ്ടതുമാണ്. ഇപ്പൊ അതാണ് UDF ഏറ്റുപിടിക്കുന്നത്. അത് കൈരളിയുടെ പ്രത്യേകമായ ഒരു നിരീക്ഷണമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയട്ടെ അതെന്താണെന്ന് വെച്ചാൽ സുപ്രീം കോടതി ഗവൺമെന്റിനെ തടഞ്ഞു വെച്ച പണം 90 ചില്ലാനം കോടി രൂപ തടഞ്ഞു വെച്ചു. ആ തടഞ്ഞു വെച്ച പണം ഇതിൽ ഒപ്പിട്ടാൽ മാത്രമേ കൊടുക്കുള്ളൂ എന്ന് പറയുകയും ഒപ്പിട്ട ശേഷം സെൻട്രൽ ഗവൺമെന്റിന്റെ വിഹിതമായിട്ടുള്ള ആ പണം ഇവിടെ വരികയും ചെയ്തു. അതതിന്റെ വസ്തുതാപരമായ കാര്യം. ഞങ്ങളത് പരിശോധിക്കുകയും ചെയ്തു. ഏത് ഫണ്ടായാലും ആ ഫണ്ട് ഗവൺമെന്റ് തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. PMCയിൽ ഒപ്പിട്ടാലേ കൊടുക്കുള്ളൂ എന്ന് ഗവൺമെന്റ് പറഞ്ഞു. ഒപ്പിട്ടതിന് ശേഷം ആ പണം കൊടുത്തു. ഓക്കെ, വേറെ ആർക്കും സംസാരിക്കും. PMC വിഷയത്തിൽ കൈരളിയുടെ റിപ്പോർട്ടർ ശ്രീ നൗഫൽ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ഷാജി ഏട്ടൻ ഈ SSK ഫണ്ട് PMC എല്ലാം ഇപ്പോഴാണ് ഷാജി ഏട്ടന് മനസ്സിലായത്. ഇത് കഴിഞ്ഞ കാലത്തെ LDF സർക്കാർ പറയുന്നുണ്ട്. ഇപ്പൊ ഷാജി ഏട്ടന് അത് പറഞ്ഞാൽ പറയാം അതെങ്ങനെയാ ഫണ്ട് കൈരളി കൂടുതൽ ചോദിക്കാൻ പാടില്ല. എന്താ കൈരളി ചോദിച്ചാല് കൈരളി കാര്യങ്ങളോടെ ചോദിച്ചത് അറബിക്കടലിൽ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ പറയാ അത് ഞാൻ പ്രവർത്തകന്മാരെ വികാരം കൊള്ളിക്കും. അവിടെ പ്രവർത്തകന്മാരെ നിങ്ങൾ ബായിക്ക് തോന്നി കൊതക്ക് പൊട്ടാക്കിയിട്ട് നിങ്ങൾ പ്രവർത്തകന്മാരെ വികാരം കൊള്ളിക്കല്. സത്യസന്ധമായിട്ട് പ്രവർത്തിക്കണോ, സത്യസന്ധമായിട്ട് സംസാരിക്കണോ. അതായത് മൈക്കല്ലേ മൈക്കുമ്പോൾ മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്നിട്ട് കുറ്റം കൈരളിക്ക്. കൈരളി ചോദ്യം ചോദിക്കുക കൈരളിക്ക് നിങ്ങളെ രാഷ്ട്രീയമുണ്ട്. കൈരളിക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ട്, ഒരു സംശയമില്ല. കൈരളി നേരിന്റെ രാഷ്ട്രീയത്തെ പിന്തുടരുന്നവരാണ് കൈരളിക്കാർ. ഇനി കൈരളിക്ക് ഇപ്പം കുറ്റം